വയനാട്ടിലോ? അതിപ്പോൾ LDF CPM-ൻ്റെ സ്ഥാനാർത്ഥിനെ തീരുമാനിക്കേണ്ട അവരല്ലേ. എനിക്ക് എപ്പോഴും നല്ല കരുത്തരോട് നേരിടാനാണ് ഇഷ്ടം. ഇപ്പോൾ ടീച്ചറാണ് വരുന്നതെങ്കിൽ നല്ല കരുത്തുള്ള സ്ഥാനാർത്ഥി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സ്ഥാനാർത്ഥിനെ CPM തീരുമാനിച്ചോട്ടെ. നല്ല മത്സരത്തോടെ തന്നെയാണ് ഞാനിത് ജയിച്ചു വന്നിട്ടുള്ളത്. അങ്ങനെ നല്ല രീതിയിൽ തന്നെ മത്സരം നടന്ന് ജയിച്ചു വരാൻ കഴിയും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. അതായത് വന്യമൃഗങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ കഴിയുന്നില്ല സർക്കാരിന്. എന്നാൽ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി സമരം ചെയ്യുന്നവരെ കേസിൽ പ്രതികളാക്കുന്നത് ഇതാദ്യത്തെ ഒരു സംഭവമാണ്. ഈ രീതിയിലാണ് സർക്കാർ പെരുമാറുന്നതെങ്കിൽ അതിശക്തമായിട്ടുള്ള സമരം കർഷകരുടെ ഭാഗത്തുനിന്നുണ്ടാവും. കാരണം കർഷകർക്ക് അവിടെ കൃഷിപ്പണി എടുക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ തന്നെ കാർഷിക വിഭവങ്ങളുടെ വില ഇടിയുന്ന ഒരു കാലഘട്ടത്തിൽ കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം എന്നൊക്കെയുള്ളത് ശരിയാണ്. പക്ഷേ മനുഷ്യൻ ജീവിക്കുന്നിടത്ത് വന്യമൃഗങ്ങൾ വന്നാൽ ആ വന്യമൃഗങ്ങളെ കൂട്ടിലടയ്ക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ ആന വരുമ്പോൾ ആനയെ പിടിച്ച് കുങ്കിയാനെ ആക്കാനൊക്കെ ശ്രമിക്കേണ്ടതല്ലേ. ആരും കാട്ടിൽ പോയിട്ട് മൃഗങ്ങളെ ആക്രമിക്കുകയല്ലല്ലോ. മൃഗങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. സത്യം പറഞ്ഞാൽ ഈ ആനയെ പിടിച്ച് റേഡിയോ കോളർ ഘടിപ്പിച്ച് വിടുന്നത് ആനയ്ക്കും ദോഷമാണ്, ജനങ്ങൾക്കും ദോഷമാണ്. അതായത് എന്താണെങ്കിലും നാട്ടിലിറങ്ങിയ ഒരു ആന പിന്നീട് വീണ്ടും തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ എന്താ സംഭവിക്കുക? വീണ്ടും ആക്രമിക്കും. ഇങ്ങനെ തുറച്ച് മയക്കുവെടി വയ്ക്കുന്നത് ആനയ്ക്ക് ദോഷമാണ്. അപ്പോൾ ആനയെ പിടിച്ച് നാട്ടിൽ സംരക്ഷിച്ചുകൂടെ? ഇവിടെ ആനപ്രേമികൾക്കൊന്നും ഈ കാര്യങ്ങൾ അറിയില്ല. അവരൊന്നും കൃഷി ചെയ്യുന്നവരൊന്നുമല്ല. അവർക്ക് അത്ര ആനയോട് പ്രേമുണ്ടെങ്കിൽ അവർ പോയിട്ട് ആനകളെ സംരക്ഷിക്കട്ടെ. നാട്ടിലിറങ്ങുന്ന ആനകളെ പിടിച്ച് കൂട്ടിലടയ്ക്കണം. എല്ലാവർക്കും മൃഗങ്ങളോട് സ്നേഹമൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് മനുഷ്യൻ ജീവിക്കേണ്ട, മൃഗങ്ങൾ മാത്രം ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ ഇവിടെയൊക്കെ മൃഗങ്ങൾക്ക് വിട്ടുകൊടുത്താൽ പോരെ, നമ്മളൊക്കെ അങ്ങോട്ട് മാറിയെന്നാൽ പോരെ. അപ്പോൾ അത് ശരിയല്ല. അങ്ങനത്തെ ഒരു നിലപാട് ഇപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ആനപ്രേമികളാണ് ഈ തണ്ണീർക്കൊമ്പനെ പോലുള്ള ആനകൾ ശരിയാനിടയാക്കിയത്. ഒരു കാരണവശാലും ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. കൃഷിക്കാർക്ക് സംരക്ഷണം വേണം. ഗവൺമെൻറ് സംരക്ഷിക്കേണ്ടത് ജനങ്ങളെയാണ്, കൃഷിക്കാരെയാണ്. കാട്ടുമൃഗങ്ങൾ നാട്ടിൽ വന്നാൽ അതിനെ കൈകാര്യം ചെയ്യണം. ഏത് രീതിയിലാണെന്ന് സന്ദർഭം അനുസരിച്ച് കൈകാര്യം ചെയ്യാം. അതിനു പകരം മൃഗങ്ങൾക്ക് സംരക്ഷണം, ജനങ്ങൾക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എടുത്ത കേസ് മുഴുവൻ വിഡ്രോ ചെയ്യണം. അവിടെ ഒരു വികാരം ഉണ്ടായി ജനങ്ങൾക്ക്. ജനപ്രതിനിധികളോട് അവർ വികാരം കാണിച്ചല്ലോ. അത് അവർക്ക് വികാരങ്ങൾ എവിടെയെങ്കിലും പ്രകടിപ്പിക്കണ്ടേ? അത് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് സർക്കാരിന് കഴിയുന്നില്ല? അപ്പം അതുകൊണ്ട് ആ എടുത്ത കേസുകളൊക്കെ വിഡ്രോ ചെയ്യണം. അല്ലെങ്കിൽ പാർട്ടി ശക്തമായുള്ള സമരത്തിന് ഇറങ്ങും. ഈ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തെ വിമർശിച്ചുകൊണ്ട് വി മുരളീധരൻ രംഗത്തെത്തിയിരുന്നു. അതായത് രാഹുൽ ഗാന്ധി ഒരു വിസിറ്ററാണ് അല്ലെങ്കിൽ ടൂറിസ്റ്റ് ആണെന്നുള്ളൊരു പരാമർശമാണ് വി മുരളീധരൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വല്ലപ്പോഴും മാത്രമാണ് MP ജില്ലയിലേക്ക് തിരിഞ്ഞു നോക്കുന്നതെന്നാണ് വിമർശനം. അല്ല, എന്തെങ്കിലും അത്യാപത്ത് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ജനപ്രതിനിധി വരണ്ടേ? അദ്ദേഹം ഇന്ത്യ മുഴുവൻ ഒരു യാത്രയിലാണ്. ആ യാത്ര നിർത്തി വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി ഓടിയെത്തിയത്. അതാണ് ജനപ്രതിനിധിയുടെ കടമ. അത് വി മുരളീധരന് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ലല്ലോ. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് പാർലമെന്റിൽ ഒരു ചോദ്യം പോലും പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചിട്ടില്ല എന്ന് ആര് പറഞ്ഞു? റെക്കോർഡ് നോക്കിയാൽ അറിയാൻ. റെക്കോർഡ് നോക്കിയാൽ മതിയല്ലോ പാർലമെൻറ്റിൽ. രാഹുൽ ഗാന്ധി വയനാടിന് വേണ്ടി പറഞ്ഞൊക്കെ ഇപ്പൊക്കെ തെളിയിക്കുന്ന രേഖകളുണ്ട്. വിവരാവകാശം അനുസരിച്ച് പാർലമെൻറ്റിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ചോദിച്ചാൽ മതി. റെയിൽവേയുടെ കാര്യത്തിൽ പോലും, വന്യമൃഗങ്ങളുടെ സംരക്ഷണം മാത്രമല്ല, റെയിൽവേ വികസനത്തിൽ പോലും വയനാടിന് വേണ്ടി അദ്ദേഹം ശബ്ദിച്ചിട്ടുണ്ട്. അപ്പോൾ വെറുതെ 10 വോട്ട് കിട്ടാൻ വേണ്ടി ഇപ്പോൾ എല്ലാവരും അത്യാവശ്യം കള്ളം പറയുന്നുണ്ട്. ഞാൻ പങ്കെടുത്ത യോഗത്തിൽ MP ഫണ്ടിൻ്റെ ഉദ്ഘാടനത്തിൽ അധ്യക്ഷത വഹിച്ച മഹൽ വ്യക്തി തന്നെ MP ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നോ. അതൊക്കെ ഇലക്ഷന് 10 വോട്ട് കിട്ടാൻ വേണ്ടി നടത്തുന്ന വൃത്തികെട്ട കളികളാണ്. അത് BJPക്കാരും മോശമില്ല, കേരളത്തിലെ BJPയുടെ B ടീമുകാരും മോശമില്ല. അതിനൊക്കെ ഞങ്ങൾ ഇലക്ഷൻ നേരിട്ടോളാം. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയെ വിമർശിക്കുന്നതിനാണ് താങ്കൾ കോൺഗ്രസ് പാർട്ടി.
ഇപ്പോൾ സമരാഗ്നിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ പ്രതിപക്ഷ നേതാവ് തന്നെ ഒരു ഹെലികോപ്റ്റർ ഉപയോഗിച്ച് വിവാദമായിരുന്നു. ഞങ്ങൾ പാർട്ടിയുടെ കാശാണ് കൊടുക്കുന്നത്, ഞങ്ങൾ ജനങ്ങളുടെ കാശല്ല. അത്യാവശ്യമൊക്കെ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നതിനൊന്നും ആരും എതിർപ്പ് പറഞ്ഞിട്ടില്ല. ഇതിനു മുമ്പ് സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത്യാവശ്യ കാര്യങ്ങൾക്ക് ഹെലികോപ്റ്റർ എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. അതൊരു തെറ്റായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. സ്ഥിരമായിട്ട് ഹെലികോപ്റ്റർ ഉദ്ഘാടനത്തിനും മറ്റുള്ള തിരക്കിട്ടുള്ള പരിപാടികൾ ഏൽക്കേണ്ട കാര്യവുമില്ല. അങ്ങനെ അല്ലാത്ത ഇപ്പോൾ ദുരന്തം ഉണ്ടാകുന്നു, ദുരന്തഭൂമിയിലേക്ക് ഹെലികോപ്റ്റർ ഉപയോഗിക്കേണ്ടി വരും. പ്രതിപക്ഷ നേതാവൊക്കെ സഞ്ചരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടി കാശുകൊണ്ട്. എന്നാൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് ആരും ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിൽ ഞാൻ തെറ്റ് കാണുന്നില്ല. കാരണം കാലം മാറുകയാണല്ലോ, അതുകൂടെ നോക്കണം. എല്ലാത്തിനും വിമർശിക്കുന്ന ഏർപ്പാട് എനിക്കില്ല.